happy welcome to English Classroom. Today we are dealing with a session for Plus 1 English Improvement Examination. We have started a series of discussions earlier, just like speeches, how to write profile, how to prepare different types of speeches and other things. Now we are going on with the discussions regarding various discourses that are usually found in public examinations. In this session, I am going to discuss how we can prepare an email, maybe official or it can be personal. That means a formal or informal emails. So let us see how it is done. First of all, I will show you a sample question and its answer, and you can find out how it is arranged. I will show you how we can open an email, and then I will show you how an email is composed, how the content is arranged, how it starts and how it ends. Then let us move on to the email. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഇമെയിൽ എങ്ങനെ തയ്യാറാക്കാം, അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം, ഏത് രീതിയിലാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതും, മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളെ ബേസ് ചെയ്തിട്ടുള്ള ചില ആൻസറുകളും മുൻകാല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം. ഇമെയിൽ എന്ന് പറയുന്നത് പൊതുവെ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് മുതൽ 6 മാർക്ക് വരെ നിങ്ങൾക്ക് അതിന് പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻ്റെ സ്വഭാവത്തിനനുസരിച്ച്. പൊതുവെ ഇമെയിൽ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് എന്നറിയാം. എന്നാൽ അത് അറിയാത്ത കുട്ടികളും ഉണ്ട്. ഇന്നിപ്പോൾ നേരത്തെ നമ്മൾ ലെറ്റേഴ്സ് ബൈ ഹാൻഡ് റിട്ടൺ ലെറ്റേഴ്സ് ആയിരുന്നു നമ്മൾ കമ്മ്യൂണിക്കേഷന് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇൻ്റർനെറ്റിൻ്റെ ലോകം വളർന്നതോടുകൂടി ഇമെയിലായി. അതിനുശേഷം ഇപ്പോൾ പലവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഇൻസ്റ്റൻ്റായിട്ട് മെസ്സേജുകൾ അയക്കാനുള്ള സംവിധാനങ്ങളായി. അപ്പോൾ അതിലെ ഒരു മാർഗ്ഗമാണ് ഇമെയിൽ. ഇന്നും ഗവൺമെൻറ് ഔദ്യോഗിക സംവിധാനങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഇമെയിൽ സംവിധാനമാണ്. അപ്പോൾ ഇമെയിൽ എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം പ്രാഥമികമായിട്ട് ഒന്ന് എന്താണ് ഇമെയിൽ എന്നുള്ളത് ഇതറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇമെയിൽ ഓപ്പൺ ആവണമെങ്കിൽ നമുക്ക് ഒരു ഇമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഫയർഫോക്സ് സെർച്ച് എൻജിൻ ഓപ്പൺ ആക്കിയപ്പോൾ ഇങ്ങനെ ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില സൈറ്റുകൾ മറ്റൊക്കെ ആയിട്ടുള്ള ഒരു സ്ക്രീൻ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ഇവിടെ നിങ്ങൾക്ക് ജിമെയിൽ എന്ന് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ തുറന്നു വരും. ഇവിടെ എൻ്റെ ഇമെയിൽ ഐ ഡിയുമായി ബന്ധപ്പെട്ട ഞാൻ ഇമെയിൽ ഐ ഡി ആൾറെഡി കൊടുത്തത് അവിടെ തുറന്നു വന്നിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ ഇത് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ സൈൻ ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ സൈൻ ഇൻ ചെയ്യുകയാണ്. അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പാസ്വേഡ് ചോദിക്കുന്നു. ഇങ്ങനൊരു വിൻഡോ തുറന്നു വരും. നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഇൻബോക്സ് തുറന്നു വരും. നമ്മളുടെ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻബോക്സ് തുറന്നു വരും. ഈ ഇൻബോക്സിൽ നിങ്ങൾക്ക് മേലെ ലെഫ്റ്റ് സൈഡിൽ കമ്പോസ് എന്ന് കാണാം. കമ്പോസ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് തുറന്നു വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ന്യൂ മെസ്സേജ്, അതിൻ്റെ താഴെ ടു, അതിൻ്റെ താഴെ സബ്ജക്റ്റ്, അതിന് താഴെ നമുക്ക് എന്താണ് എഴുതേണ്ടത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ്. അപ്പോൾ ഇതിൽ ഞാൻ ടു അഡ്രസ്സ് എൻ്റെ ഇമെയിൽ ഐ ഡി അവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ഇമെയിൽ ഐ ഡിയാണ്. അപ്പോൾ ആ ഒരു സ്പേസിലാണ് നമ്മളുടെ ഒറിജിനൽ ഇമെയിൽ നമ്മൾ തയ്യാറാക്കി അയക്കുന്നത്. ഇനി നമുക്ക് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഒന്ന് പരിശോധിക്കാം. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ഫോർമാറ്റ് എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. യു ഗെറ്റ് ഇൻസ്പയർഡ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാംസ് മെസ്സേജ് ആൻഡ് ഡിസൈഡ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ടു യുവർ ഫ്രണ്ട് ഹു ഈസ് സ്റ്റഡിങ് അബ്രോഡ്. ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട്. APJ അബ്ദുൽ കലാമിൻ്റെ ഐ വിൽ ഫ്ലൈ എന്ന് ടൈറ്റിൽ ചെയ്തിട്ടുള്ള സ്പീച്ച് വായിച്ച് വളരെ ഇൻസ്പയർഡായി, മോട്ടിവേറ്റഡായി. അപ്പോൾ അതിലുള്ള ആശയങ്ങൾ വിദേശത്ത് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കണം. അപ്പോൾ ആ സുഹൃത്തിനുള്ള ഇമെയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒറിജിനലി കാണിച്ചു തന്ന പോലെ ഇവിടെ ഫസ്റ്റ് ടു അഡ്രസ്സാണ്. ഇവിടെ aminc@gmail.com എന്നുള്ള ടു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ടു അഡ്രസ്സ് എഴുതുമല്ലോ, റെസിഡൻഷ്യൽ അഡ്രസ്സ് എന്നതുപോലെ. പിന്നെ സബ്ജക്റ്റ്, അവിടെ സബ്ജക്റ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയും നമ്മൾ സബ്ജക്റ്റ് എഴുതണം. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എ മോട്ടിവേഷണൽ സ്പീച്ച് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം, എ മസ്റ്റ് റീഡ് റിഗാർഡിങ്. APJ അബ്ദുൽ കലാമിൻ്റെ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് ഉണ്ട്, അത് തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ലെറ്റർ നിനക്ക് എഴുതുന്നത്. ഹലോ അമീൻ. നമ്മൾ അടുത്ത സുഹൃത്താകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങാം. ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഫൈൻ. വാട്ട് അബൌട്ട് യുവർ ഓൺലൈൻ ക്ലാസ്സസ്? Don't you regularly attend the classes? Nowadays it is getting more
attractive and I really enjoy the classes. What about you? Only God knows when will we be free from this horrible corona pandemic. അപ്പോൾ ഇതൊക്കെ ഒരു യൂഷ്വലായിട്ടുള്ള നമ്മൾ എങ്ങനെ ഒരു ഇമെയിൽ തുടങ്ങാം, അതിൻ്റെ കാഷ്വലായിട്ടുള്ള സ്റ്റാർട്ടിങ്, മറ്റു വിശേഷങ്ങൾ ചോദിക്കൽ ഒക്കെയാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അനലൈസ് ചെയ്യാം. I am sending this email to share the experience of reading Dr. APJ Abdul Kalam speech in our +1 textbook. ഞങ്ങളുടെ +1 ടെക്സ്റ്റ് ബുക്കിലുള്ള APJ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ചുമായി ബന്ധപ്പെട്ടൊരു അനുഭവം നിന്നോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുന്നത്. I am very happy to inform you that this is a must read speech. തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പ്രസംഗമാണിത്. He shares his experience of inaugurating a program called ശാസ്ത്രയാൻ. ഒരു ശാസ്ത്രയാൻ എന്നുള്ളൊരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന വേളയിലുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. A student asked him the question that how to get confidence in our life. നമ്മുടെ ലൈഫിൽ നമുക്ക് എങ്ങനെ കോൺഫിഡൻസ് കിട്ടാം എന്ന് സ്റ്റുഡൻറ്റ് ചോദിക്കുന്നതും അദ്ദേഹത്തിൻ്റെ മറുപടിയൊക്കെയാണ് അതിൽ പറയുന്നത്. ഹി റിപ്ലൈസ് ദാറ്റ് എവരിബഡി ഈസ് യുണീക്ക് ഇൻ ദെയർ ഓൺ വേയ്സ്. ഓരോരുത്തരും തൻ്റേതായ രീതിയിൽ വ്യത്യസ്തരാണ്. നോ നീഡ് ഓഫ് ട്രൈങ് ടു ബി ലൈക്ക് അതേഴ്സ്. മറ്റുള്ളവരെ അനുകരിക്കാനോ മറ്റോ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അവർ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് മേ കമ്പൽ അസ് ടു ബി ലൈക്ക് അതേഴ്സ് ബട്ട് വി ഷുഡ് ബി യുണീക്ക് ഇൻ അവർ ഓൺ വേ. നമുക്ക് നമ്മളുടേതായ ഒരു രീതിയുണ്ട്. നമ്മൾ ആ ഒരു യുണീക്കായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മാർഗ്ഗത്തിലൂടെ പോയാൽ മതി. ദ സ്പീച്ച് ഈസ് റിയലി ആൻ ഇൻസ്പിറേഷൻ ടു മീ ആൻഡ് ഐ സജസ്റ്റ് യു ടു റീഡ് ഇറ്റ്. ഇത് ശരിക്കും എന്നെ നന്നായിട്ട് ഇൻസ്പയർ ചെയ്തു. അപ്പോൾ നിനക്കിതൊന്ന് സജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാദർ, മദർ ആൻഡ് യങ്ങർ സിസ്റ്റർ. ഹോപ്പ് വി മീറ്റ് സൂൺ. എൻ്റെ അന്വേഷണം പറയണം അച്ഛനോടും അമ്മയോടും സിസ്റ്ററിനോടൊക്കെ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു, യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി എന്ന് പറഞ്ഞ് താഴെ അയക്കുന്ന ആളുടെ ഇമെയിൽ ഐ ഡി എന്നുള്ള രീതിയിലാണ് താഴെ ഇമെയിൽ ഐ ഡി കൊടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഭാഗം റെഡ് ലെറ്റേഴ്സാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മറ്റു ഇമെയിൽ എഴുതുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ലെറ്ററുകൾ എഴുതുമ്പോഴൊക്കെ പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന പൊതു സ്വഭാവമുള്ള സെൻറ്റൻസുകളാണ്. ഏത് ക്വസ്റ്റ്യൻ ഇമെയിൽ, പേഴ്സണൽ ആയിട്ടുള്ള ഇമെയിൽ എഴുതാൻ വന്നാലും അല്ലെങ്കിൽ ലെറ്റർ എഴുതാൻ വന്നാലും ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇനി നിങ്ങൾ ആ ഇമെയിലിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിലെന്തൊക്കെയാണുള്ളത്? നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ ഇമെയിൽ ഐ ഡി വേണം. പിന്നെ റൈറ്റ് സബ്ജക്റ്റ് വേണം. പിന്നെന്ത് വേണം? സ്റ്റാർട്ട് വിത്ത് എ സല്യൂട്ടേഷൻ. ഡിയർ ഫ്രണ്ട്, ഡിയർ ബ്രദർ. ഇപ്പോൾ ഈ ലെറ്ററിലല്ലേ ഹലോ അമീൻ. അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്ത്, നമ്മളുടെ ഒരു ബന്ധത്തിനനുസരിച്ച് നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ റൈറ്റ് ഇൻ ഷോർട്ട് പാരഗ്രാഫുകളാക്കിയിട്ട് അറേഞ്ച് ചെയ്യുക. സ്റ്റിക്ക് ടു ദ ടോപ്പിക്. എന്താണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അതിനെ സ്റ്റിക്ക് ചെയ്തിട്ട് തന്നെ സംസാരിക്കുക അല്ലെങ്കിൽ വിഷയങ്ങൾ പറയുക. യൂസ് ക്യാപിറ്റൽ അപ്രോപ്രിയേറ്റ്ലി. അതൊക്കെ പിന്നെ നമ്മൾ പൊതുവേ നമ്മുടെ ലാംഗ്വേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ 2 പോയിന്റുകൾ. സൈൻ ഓഫ് ദ ഇമെയിൽ. പിന്നെ ഇമെയിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഒരു ഇമെയിൽ തുടങ്ങേണ്ടത്? സ്റ്റാർട്ടിങ് മൈ ഡിയർ ഫ്രണ്ട് ഓർ മൈ ഡിയർ ബിലാൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇറ്റ് ഹാസ് ബീൻ ടു ലോങ് സിൻസ് അവർ ലാസ്റ്റ് വിസിറ്റ്. ഇപ്പോൾ ഞാൻ ആ മോഡൽ ഇമെയിലിൽ റെഡ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ആവർത്തിക്കാൻ പറ്റുന്നതാണ്. എന്നതുപോലെയുള്ള സ്റ്റാർട്ടേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. ഹൗ ടു ബിഗിൻ ആൻ ഇമെയിൽ ടു ഫ്രണ്ട് ഓർ ഫാമിലി മെമ്പേഴ്സ്. ഇറ്റ് ഹാസ് ബീൻ ടു ലോങ് സിൻസ് അവർ ലാസ്റ്റ് വിസിറ്റ്. നമ്മൾ തമ്മിൽ വിസിറ്റ് ചെയ്തിട്ടും കണ്ടിട്ടൊക്കെ കുറേ കാലമായി. ആൻഡ് ഐ തോട്ട് ഐ വുഡ് റൈറ്റ് ടു യു ടു സീ ഹൗ എവറിത്തിങ് ഈസ്. അപ്പോൾ ഒന്ന് കത്തെഴുതാം അല്ലെങ്കിൽ ഇമെയിൽ അയക്കാമെന്ന് വിചാരിച്ചു. സോ ഹൗ ആർ യു ആൻഡ് ദ ഫാമിലി ഡൂയിങ്. എങ്ങനെയുണ്ട് കുടുംബത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് പറയുന്നു? ഐ ആം ഫൈൻ. ഞാനിവിടെ സുഖം തന്നെയാണ്. ആൻഡ് ദ ഓൺലി തിങ് മേക്ക് മീ സാഡ് ഈസ് ദാറ്റ് ഐ മിസ് യു. എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുമുട്ടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹോപ്പ് വി മീറ്റ് സൂൺ. അല്ലെങ്കിൽ മറ്റൊന്ന് മൈ ഡിയർ, അവിടെ പേരോ ഫ്രണ്ടെന്നോ ബ്രദറെന്നോ സിസ്റ്ററെന്നോ എന്താ വിളിച്ച് ചേർക്കാം. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം വി മെറ്റ്. നമ്മളിപ്പോൾ എത്രയും കണ്ടിട്ട്, എന്നാ കണ്ടത്? ഡു യു ഹാവ് എനി ഐഡിയ? ഇറ്റ് സീംസ് ആൻ ഇയർ ഹാസ് ബീൻ ഗോൺ. 1 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും നമ്മൾ തമ്മിൽ കണ്ടിട്ട്. സമയം അത് പറന്നു പോവാണ്, അല്ലെങ്കിൽ എത്ര വേഗത്തിലാണ് പോകുന്നത്. ടൈം ഫ്ലൈസ് ഈസ്ൻ്റ് ഇറ്റ്. അല്ലെങ്കിൽ ഇനി മറ്റൊരു മോഡലാണെന്ത്? ഹൗ ആർ യു? ഹോപ്പ് എവരി വൺ ഓവർ ദെയർ ഈസ് ഡൂയിങ് വെൽ. എന്തൊക്കെ വിശേഷങ്ങൾ? അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇറ്റ് ഹാസ് ബീൻ ലോങ് ടൈം സിൻസ് ഐ റോട്ട് ടു യു. കുറേ കാലം എനിക്ക് കത്തടക്കം എഴുതിയിട്ട്. ഹൗ ആർ യുവർ സ്റ്റഡീസിൻ്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ലെറ്റേഴ്സ് തുടങ്ങാം. പിന്നെ ഇനി അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ഹൗ ടു കൺക്ലൂഡ് ആൻ ഇമെയിൽ. ഡോണ്ട് യു ഫീൽ ലോൺലി മൈ ഡിയർ, ഐ എം ജസ്റ്റ് എ ഫോൺ കോൾ അവേ. ഡു റൈറ്റ്, ബി പോസിറ്റീവ്, ബി ചിയർഫുൾ. തനിച്ചാണെന്ന് തോന്നാറുണ്ടോ? എപ്പോൾ വേണമെങ്കിലും ഫോൺ ചെയ്തോളൂ കേട്ടോ. എപ്പോൾ വേണമെങ്കിലും എഴുതിക്കോളുണ്ടോ. എപ്പോഴും ലൈഫിൽ പോസിറ്റീവ് ആയിരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം.
എപ്പോഴും നിൻ്റെ കൂടെ നമ്മളുണ്ട്. ഗോഡ് ആൾമൈറ്റി ഈസ് ആൾവേസ് വിത്ത് യു. ദൈവം കൂടെ ഉണ്ട്. ഹോപ്പ് വി മീറ്റ് സൂൺ. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ബൈ. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണൽ ആയിട്ടുള്ള ഇമെയിലുകൾ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവസാനിപ്പിക്കാം. ഐ ആം സോ ഹാപ്പി ടു ഹാവ് റിട്ടൺ ടു യു ദിസ് മച്ച്. ഇത്രയെങ്കിലും നിന്നോട് സമ്മതിക്കാൻ നിനക്ക് എഴുതാൻ എനിക്ക് കഴിഞ്ഞല്ലോ, വളരെ സന്തോഷം. കൺവേ മൈ റിഗാർഡ്സ് ടു ആൾ അറ്റ് ഹോം. വീട്ടിലുള്ളവരോടൊക്കെ അന്വേഷണം പറയണം. ടെൽ ദം ദാറ്റ് ഐ വിൽ ബി വിസിറ്റിംഗ് ദം വെൻ ഐ കം ഹോം നെക്സ്റ്റ് ടൈം. ഞാൻ വീട്ടിൽ വരുമ്പോൾ അവിടെ വരും എന്ന് പറയണം. സോ ഡിയർ, ടേക്ക് കെയർ ആൻഡ് ബൈ ഫോർ നൗ. തൽക്കാലം നിർത്തട്ടെ. ഇനി ഇതൊക്കെ അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബെസ്റ്റ് റിഗാർഡ്സ്, വിത്ത് റിഗാർഡ്സ് ഓർ കൈൻഡ് റിഗാർഡ്സ്, ഇങ്ങനെയൊക്കെ വെച്ച് അവസാനിപ്പിക്കാം. പിന്നെ അവസാനം ഫാമിലി മെമ്പറൊക്കെ ആണെങ്കിൽ യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി എന്ന് ഉപയോഗിക്കുക. ഒന്നുകൂടി ഫോർമലായിട്ടുള്ള സ്റ്റൈലിലാണ് എഴുതുന്നതെങ്കിൽ, പിന്നെ സുഹൃത്താണെങ്കിൽ പോലും ഒത്തുകൂടി ഫോർമൽ സ്റ്റൈലിലുള്ള എഴുത്താണെങ്കിൽ അതിന് യുവേഴ്സ് സിൻസിയർലി എന്ന് യൂസ് ചെയ്യാം. പിന്നെ ഒഫീഷ്യലായിട്ടുള്ള ലെറ്റേഴ്സ്, ഇമെയിലുകളും ഫോർമൽ ഇമെയിലുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ചില കോമൺ എക്സ്പ്രഷൻസ് ആണ്. ഹോപ്പ് യു ആർ ഫൈൻ, വാട്ട് അബൌട്ട് യുവർ കാര്യങ്ങൾ ചോദിക്കുക. ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ സ്പെഷ്യൽ എക്സ്പീരിയൻസ് വിത്ത് യു. ഇറ്റ് ഈസ് സ്വീറ്റ് ഓർ ഇറ്റ് ഈസ് ബിറ്റർ ഓർ ഇറ്റ് ഈസ് ഷോക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. ഐ എം വെരി ഹാപ്പി, അല്ലെങ്കിൽ ഐ ആം വെരി സാഡ്, ഐ എം വെരി ഷോക്ക്ഡ്. ഇതൊക്കെ ഓരോ കോണ്ടെക്സ്റ്റ് നമ്മൾ അയക്കുന്ന ലെറ്ററിൻ്റെ സ്വഭാവത്തിനനുസരിച്ച്. ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്രസ് മൈ ഫീലിംഗ്സ്. കൺവേ മൈ റിഗാർഡ്സ് ടു ആൾ. ലെറ്റ് മീ കൺക്ലൂഡ് lovingly. I am sending this email to share my experience. It's our great pleasure too. We would be grateful if you could attend the function. ഇതൊരു ഇൻവിറ്റേഷൻ അയക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ. പ്ലീസ് കീപ്പ് ഇൻ ടച്ച്. ഇതൊക്കെ ലെറ്റർ അവസാനിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. താങ്കിങ് യു. ഇത്തരം എക്സ്പ്രഷൻസ് എല്ലാം. ഇനി ഇവിടെ കാണുന്നത് 2019 ജൂലൈയിലെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. The legend of the turtles of Kandau has surprised you very much. You want to share the joy of having understood the legend with your friend studying in Delhi. Draft an email to your friend describing the legend of Turtle Kali. എന്താണ് ആ കഥ കേട്ടപ്പോൾ വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷമായ രസം, ആ കഥയുടെ രസം, അത് തൻ്റെ സുഹൃത്തുമായിട്ട് പങ്കുവെക്കണം. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്റ്റോറിയാണത്, ഒരു ലെജൻഡാണത്. അപ്പോൾ അവന് ഒരു ഇമെയിൽ അയക്കുകയാണ്. അതാണ് ചോദ്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമെയിൽ എഴുതുമ്പോൾ ടു ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക, ആർക്കാണ് അയക്കുന്നത് അയാളുടെ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് എഴുതി, സബ്ജക്റ്റ് എന്താണെങ്കിലും എഴുതുക. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്, വെരി ഇൻട്രസ്റ്റിംഗ് ലെജൻഡറി സ്റ്റോറി ഓഫ് ദ ടേർട്ടിൽസ് ഓഫ് കണ്ടാവു റിഗാർഡിങ്. പിന്നെ സുഹൃത്തിനാണ്, അപ്പോൾ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. പാരഗ്രാഫുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ശ്രദ്ധിച്ച് നോക്കൂ. ഞാൻ ആ റെഡ് ലെറ്ററിൽ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് എന്താണ്, മറ്റു കോണ്ടെക്സ്റ്റുകളിലും ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ചില എക്സ്പ്രഷൻസ് ആണ്. ഹൗ ആർ യു? ഹോപ്പ് എവരി വൺ ഓവർ ദെയർ ഈസ് ഡൂയിങ് വെൽ. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ റോട്ട് ടു യു. ഹൗ ആർ യുവർ സ്റ്റഡീസ്? ഈസ് ദർ എനി സീരിയസ് സിറ്റുവേഷൻ ഡ്യൂ ടു COVID-19? ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള പരീക്ഷയാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കുക, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോവിഡിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടോ. ഐ ആം സെൻഡിങ് ദിസ് ഇമെയിൽ ടു ഷെയർ എ ന്യൂ എക്സ്പീരിയൻസ് ഓഫ് റീഡിങ് എ ലെജൻഡറി സ്റ്റോറി ഓഫ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു ഐലൻഡ് ഇൻ ഫിജി. അപ്പോൾ ഇനി ആ കഥയുടെ ഒരു സമ്മറിയാണ് പറയുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ആവറേജ് ആൻഡ് ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ മിക്കവാറും സ്റ്റോറിയുടെ ഒക്കെ ഒരു സമ്മറി ഒരു 10-15 സെൻറ്റൻസിൽ ചുരുക്കിയിട്ട് കാണാതെ പഠിച്ചു വെക്കാൻ ശ്രമിക്കണം. എന്നാൽ നിങ്ങളുടെ പരീക്ഷയുടെ പല ആൻസറുകളും നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയും. അപ്പോൾ ഇനി ഇവിടെ അതിൻ്റെ ഒരു സമ്മറിയാണ് പറയുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എ സ്ട്രേഞ്ച് റിച്വൽ ഗോയിങ് ഓൺ ദെയർ. വളരെ വിചിത്രമായിട്ടുള്ള ഒരു ആചാരം അവിടെ നടക്കുന്നതിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ദെയർ ദ മെയ്ഡൻസ് ചാൻറ്റ് ടു കാൾ ടേർട്ടിൽസ്. ടേർട്ടിൽസിനെ, കടലാമകളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവിവാഹിതരായ സ്ത്രീകൾ ഒരു കടൽ തീരത്ത് ഒരുമിച്ച് കൂടുന്നതും അവരൊരു പ്രത്യേക രീതിയിൽ എന്തോ ചൊല്ലി പറയുമ്പോൾ ആമകൾ മുകളിലോട്ട് കയറി വരും എന്നൊക്കെയാണ് ഐതിഹ്യം. അതിൻ്റെ പിന്നിലുള്ള കഥയാണ് പിന്നെ പറയുന്നത്. ലോങ് എഗോ ഇൻ ദ ലവ്ലി വില്ലേജ് ഓഫ് നമോവാന ലീവ്ഡ് എ ബ്യൂട്ടിഫുൾ പ്രിൻസസ് ടിനൈക്കബോഗ. നമോവാന എന്ന് പറയുന്ന ഒരു വില്ലേജ്, ടിനൈക്കബോഗ എന്ന് പറയുന്ന ഒരു പ്രിൻസസ് ജീവിച്ചിരുന്നു. ഷി വാസ് ദ വൈഫ് ഓഫ് ദ ചീഫ്. ആ നാട്ടിലെ ഗ്രാമമുഖ്യൻ്റെ ഭാര്യയായിരുന്നു. ദ ചീഫ് ആൻഡ് ഹിസ് വൈഫ് ആഡ് എ ഡോട്ടർ റൊഡാലിസ്. അവർക്കൊരു മകളുണ്ട്, റൊഡാലിസ് എന്നാണ് അവളുടെ പേര്. റൊഡാലിസ് ഓഫൺ വെൻറ്റ് ഫോർ ഫിഷിംഗ് വിത്ത് ഹെർ മദർ. മദറിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഫിഷിങ്ങിന് പോകും. ഫിഷിംഗ് കമ്മ്യൂണിറ്റിയാണ്, ഐലൻഡാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. One day, while they were so engrossed in fishing, the fishermen of Nebuchadnezzar stealthily approached them and seized them.
തൊട്ടപ്പുറത്തുള്ളൊരു പ്രദേശം അല്ലെങ്കിൽ ഐലൻഡാണ് നെബൂക്കലേവ്. അവിടെയുള്ള ഫിഷർമെൻ, മീൻപിടുത്തക്കാർ അറിയാതെ ഇവരിങ്ങനെ മീൻപിടുത്തത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവരറിയാതെ ഒളിഞ്ഞു വന്ന് ഇവരെ പിടികൂടി. അവർ രണ്ടുപേരെയും കെട്ടിയിട്ട് അവരുടെ ചെറിയ കൺട്രി ബോട്ടിൽ കയറ്റി. ദേ ബൗണ്ട് ദ വിമൻ ആൻഡ് ടോസ്ഡ് ദം ഇൻ ടു ദ കാനോ ആൻഡ് സെറ്റ് ഓഫ്. അവിടുന്ന് രക്ഷപ്പെട്ടു. ദ ടു വിമൻ ക്രൈഡ് അലൗഡ് ബട്ട് ദ ഫിഷർമെൻ വെയർ സോ ക്രൂവൽ. അവർ ഉച്ചത്തിൽ കരയുന്നുണ്ടായിരുന്നു, പക്ഷേ ക്രൂരന്മാരായ ആ ഫിഷർമെൻ അവരെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി തട്ടിക്കൊണ്ടു പോവുകയാണ്. ബട്ട് ദ ഗോഡ്സ് വെയർ നോട്ട് പ്ലീസ്ഡ് വിത്ത് ദ ഫിഷർമെൻസ് ക്രൂവൽറ്റി ആൻഡ് സഡൻലി സെൻഡ് എ ഹ്യൂജ് സ്റ്റോം ആൻഡ് ടോസ്ഡ് ദ കാനോ. ഞാൻ ഈ മോഡൽ ആൻസേഴ്സ് പറയുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററും കൂടി പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ടാണ് ഇത് വിശദീകരിച്ച് പറയുന്നത്. മീൻസ് ആ കഥ കൂടി നിങ്ങൾക്ക് ഓർത്തെടുക്കാനും പരീക്ഷയ്ക്ക് ഉപകരിക്കുമെന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്നുള്ള ചാപ്റ്ററിൻ്റെ സമ്മറി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ദ ഗോഡ്സ് വെയർ നോട്ട് പ്ലീസ്ഡ്, ദൈവങ്ങൾ അത് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്തു? വിത്ത് ദ ഫിഷർമെൻസ് ക്രൂവൽറ്റി ആൻഡ് സഡൻലി സെൻഡ് എ ഹ്യൂജ് സ്റ്റോം ആൻഡ് ടോസ്ഡ് ദ കാനോ. അവരുടെ കൺട്രി ബോട്ട് ഒരു ശക്തമായ കാറ്റിൽ ആടി ഉലഞ്ഞു മറിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ആ രണ്ട് സ്ത്രീകളെയും കടലാമകളാക്കി മാറ്റി. അപ്പോൾ അവർക്ക് നീന്താലോ, അല്ലെങ്കിൽ മുങ്ങി മരിക്കും. ഗോഡ് സ്റ്റേൺഡ് ദോസ് വിമൻ ഇൻ ടു ജയൻറ്റ് സീ ടേർട്ടിൽസ് ദെൻ ദ സീ ബിക്കെയിം കാം. അതിനുശേഷം കടൽ കാമൻ ക്വയറ്റായി. ദ ഫിഷർമെൻ റാൻ ഫോർ ദെയർ ലൈഫ്. ഇതെല്ലാം കണ്ട ഫിഷർമെൻ പേടിച്ചോടി. ദ ഫിജിയൻ സ്റ്റിൽ ബിലീവ് ദാറ്റ് ടിനായ്ക്കബോഗ ആൻഡ് റൊഡാലിസ് ലിവ് ഇൻ ദ വാട്ടേഴ്സ് ഓഫ് ദാറ്റ് ബേ. ഇപ്പോഴും ഫിജിയൻ പീപ്പിൾ വിശ്വസിക്കുന്നത് ടിനായ്ക്കബോഗയും റൊഡാലിസും ആമയുടെ രൂപത്തിൽ ഇപ്പോഴും ആ ബേയിൽ, ആ ഉൾക്കടലിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ പേരമക്കളൊക്കെ ആയിട്ട് ആ പാരമ്പര്യം ഇപ്പോഴും അവിടെ പരമ്പര കടലിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഈവൻ ടുഡേ ദ വിമൻ ഫ്രം നെമുവാന വില്ലേജ് ആർ ഡ്രസ്ഡ് ഇൻ മൗണിംഗ് ക്ലോത്ത്സ് ടു ചാൻറ്റ് ദ സോങ് ഫോർ ദെയർ ബിലവഡ് ടേർട്ടിൽസ്. അപ്പോൾ ആ ബിലവഡ് ടേർട്ടിൽസിനെ ഓർത്തുകൊണ്ട് ഒരു പ്രത്യേക ചാൻറ്റിങ്, ഒരു പ്രത്യേക മന്ത്രം അല്ലെങ്കിൽ ഒരു പാട്ട് പാടി അവർ മൗണിംഗ് ഡ്രസ്സിൽ മരണ വീടുകളിൽ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വീടുകാർക്ക് ചില പ്രത്യേക കൾച്ചറിലൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് അവിടെ വന്ന് ഒരു പ്രത്യേക സോങ് അവർ പാടും. അപ്പോൾ എന്ത് സംഭവിക്കും? ദേ തിങ്ക് ദാറ്റ് ദ ജയന്റ് ടേർട്ടിൽസ് വുഡ് റൈസ് ടു ദ സർഫസ് ഓഫ് ദ ബ്രൈറ്റ് ബ്ലൂ വാട്ടേഴ്സ്. മുകളിലോട്ട് ടേർട്ടിൽസ് പൊങ്ങി വരും എന്നൊക്കെ അവർ വിശ്വസിക്കുന്നത്. ഐ സജസ്റ്റ് ടു റീഡ് ദ ഫുൾ സ്റ്റോറി. ആ കഥ നീ ഫുള്ളായിട്ടൊന്ന് വായിക്കന്നെ വേണം. കൺവേ മൈ റിഗാർഡ്സ് ടു ആൾ അറ്റ് ഹോം. Hope they are fine. So dear, take care and bye for now. Yours sincerely, harikrishnan@gmail.com. കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഇത്. AJ Cronin, the physician of the ship Ranaganji, was extremely impressed by the service of Hassan. ഹസൻ്റെ സേവനത്തിൽ വളരെയധികം ഇഷ്ടം ആർക്ക്? AJ Cronin. So he decided to recommend him for a promotion. ഒരു പ്രൊമോഷന് അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ AJ Cronin തീരുമാനിക്കുകയാണ്. ദ സെരാങ് ഓഫ് റണാഗഞ്ചി എന്ന കഥയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ചോദ്യം. ഈ പ്ലാൻസ് ടു സെൻഡ് ആൻ ഇമെയിൽ ടു ദ ഡയറക്ടർ ഓഫ് ദ ഷിപ്പിംഗ് കമ്പനി. ഷിപ്പിംഗ് കമ്പനിയുടെ ഡയറക്ടർക്ക് ഒരു കത്തയക്കാൻ തീരുമാനിക്കുന്നു. എക്സ്പ്ലെയിനിങ് ഹിസ് ഡെഡിക്കേഷൻ ആൻഡ് സെൽഫ്ലെസ് സർവീസ്. നമുക്കറിയാം സ്മാൾ പോക്സ് എന്ന് പറയുന്നൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് കപ്പലിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ AJ Cronin കൂടുതൽ പരിചയമില്ലാത്തൊരു ഡോക്ടറായിരുന്നു, പരിചയസമ്പത്തില്ലാത്ത ഡോക്ടറായിരുന്നു. അവിടെ ഹസനാണ് വളരെ സപ്പോർട്ടീവായിട്ട് ധൈര്യമായിട്ട് AJ Croninൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ AJ Cronin കപ്പൽ കമ്പനിയുടെ ഡയറക്ടർക്ക് അയക്കുന്ന ഒരു ഇമെയിലാണ് ഇവിടെ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ആൻസറാണ് ഇവിടെ. ടു ഡയറക്ടർ ഓഷ്യാനിയ ഷിപ്പിംഗ്. ആ കമ്പനിയുടെ പേര് ഞാനൊരു ഇമാജിനറി നെയിം കൊടുത്തതാണ്. @gmail.com. സബ്ജക്റ്റ് റെക്കമെൻഡിങ് ദ സെറാങ് ഹസൻ ഫോർ പ്രൊമോഷൻ. ഡിയർ സർ, ഐ എം സോ ഹാപ്പി ടു ടെൽ യു ദാറ്റ് അവർ ലാസ്റ്റ് ട്രിപ്പ് ടു കൽക്കത്ത ഓൺ ദി റണാഗഞ്ചി വാസ് ആക്ച്വലി എ ചാലഞ്ചിങ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. കഴിഞ്ഞ കൽക്കത്തയിലേക്കുള്ള യാത്ര എൻ്റെ ജീവിതത്തിൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ദ ലാസ്റ്റ് ട്രിപ്പ് കൺസിസ്റ്റഡ് ഓഫ് 15 passengers ഇൻക്ലൂഡിങ് ടൂറിസ്റ്റ്, ആർമി ഓഫീസേഴ്സ് ആൻഡ് ദെയർ ഫാമിലി. ആ ട്രിപ്പിലുണ്ടായിരുന്ന ആളുകൾ. വിത്ത് റിഗാർഡ് ടു വെദർ ദ വോയേജ് വാസ് കംഫർട്ടബിൾ ഫോർ ദ മോസ്റ്റ് പാർട്ട്. കാലാവസ്ഥ, സാധാരണ ഷിപ്പിൽ യാത്രയിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങളാണ്. എന്നാൽ കാലാവസ്ഥ പൊതുവെ ഓക്കെ ആയിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചു? ബട്ട് ദാറ്റ് ഹൊറിബിൾ റിയാലിറ്റി ഷോക്ക്ഡ് മീ വെൻ ദ സെറാങ് നെയ്മഡ് ഹസൻ ബ്രോഡ് 2 seamen ഇൻ ടു മൈ റൂം സെയിങ് ദാറ്റ് ദേ വെർ സിക്ക്. രോഗികളായിട്ടുള്ള 2 സീമൻ, അതിലെ ക്രൂ ജീവനക്കാരെ കൊണ്ടുവന്നു. അവർക്ക് ടു മൈ ഹൊറർ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ 2 men ഹാഡ് കോൺട്രാക്റ്റഡ് സ്മാൾ പോക്സ് എന്നുള്ള അസുഖമായിരുന്നു അവരെ ബാധിച്ചിരുന്നത്. ഇമ്മീഡിയറ്റ്ലി ഐ റിപ്പോർട്ടഡ് ദ മാറ്റർ ടു ക്യാപ്റ്റൻ ഹംബിൾ.
ഹി ടോൾഡ് മീ ടു കീപ്പ് ഇറ്റ് എ സീക്രട്ട്. മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം സീക്രട്ടായി സൂക്ഷിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ എല്ലാ പാസഞ്ചേഴ്സും ആകെ പാനിക്കാവും. ഇന്നിപ്പോൾ കൊറോണ നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊറോണ വന്നിട്ടുണ്ട് പറഞ്ഞാൽ അയൽവാസിക്ക് പേടിയാണ്, എൻ്റെ വീട്ടിലുള്ളവർക്കും ബാധിക്കും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു മഹാമാരി, അതിലേറെ വലിയൊരു മഹാമാരിയായിരുന്നു ഈ സ്മാൾ പോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ഹംബിളിനെ, ഷിപ്പിൻ്റെ ക്യാപ്റ്റനെ വിവരം അറിയിച്ചപ്പോൾ ഹസനെ തന്നെയാണ് അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. ഹി ഗേവ് മീ ഫുൾ സപ്പോർട്ട് ടു ഡു വാട്ട് എവർ വാസ് നീഡഡ് ആൻഡ് സജസ്റ്റഡ് ടു സീക്ക് ഹെൽപ്പ് ഫ്രം ഹസൻ. സോ ഐ റിക്വസ്റ്റഡ് ദ സെറാങ് ഹസൻ ടു ടേക്ക് കെയർ ഓഫ് ദ പേഷ്യൻസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തു. ഹസൻ അത് വളരെ ഫുൾ ഹാർട്ടഡായി അത് അംഗീകരിച്ചു. ഹി സൂൺ മെയ്ഡ് എ മേക്ക് ഷിഫ്റ്റ് ഷെൽട്ടർ അറ്റ് ദ ബാക്ക് ഓഫ് ദ ഡെക്ക് ആൻഡ് ഷിഫ്റ്റഡ് ദ അഫക്റ്റഡ് സീമൻ ഇൻ ടു ഇറ്റ്. ഷിപ്പിൻ്റെ പിറകുവശത്തായിട്ട് ഒരു ഓപ്പൺ സ്പേസിൽ ഒരു താൽക്കാലിക ഷെഡൊക്കെ തയ്യാറാക്കി, ഷെൽട്ടർ ഉണ്ടാക്കി അവിടേക്ക് രോഗികളെ മാറ്റി അവർക്കുള്ള ഭക്ഷണം ഒക്കെ സ്വന്തമായി തയ്യാറാക്കി അവർക്ക് സെർവ് ചെയ്തു. ഇത് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള പകരുന്നൊരു അസുഖമാണെന്ന് അറിഞ്ഞിട്ട് കൂടി ഹസന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല, വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. സന്നദ്ധ സേവകരുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണത്. ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻക്രീസ്ഡ്, രോഗികൾ വർദ്ധിച്ചു, 2 ആളുകളിൽ മരിച്ചു. ആ മരിച്ച ആളുകളൊക്കെ കടലിലേക്ക് അവരുടെ മതത്തിൻ്റെ ആചാരപ്രകാരം ഹസൻ തന്നെയാണ് കടലിലേക്ക് അവരെ ബറീഡ്, നമ്മൾ ഭൂമിയിൽ ബറിയിൽ നടത്തുന്ന പോലെ കടലിലേക്ക് എടുത്ത് ഇടുകയാണ് ചെയ്യുക. അവിടെ കടലിലേക്ക് എറിയും. ഹീ നേഴ്സ്ഡ് ദ പേഷ്യൻസ് ഹിംസെൽഫ് റിസ്കിങ് ഹിസ് ഓൺ ഹെൽത്ത്. തൻ്റെ ആരോഗ്യം പോലും വകവെക്കാതെ അവരെ സേവിച്ചു. വെൻ ദ ഷിപ്പ് റീച്ച്ഡ് കൊളംബോ ദ പേഷ്യൻസ് വെയർ അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ. ഇതൊക്കെ യാത്രയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബ്രീഫ് AJ ക്രോണിൻ ഡയറക്ടർ അറിയിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ദ സർവീസ് ഹസൻ ഹാഡ് ഡൺ വാസ് ഇൻഡീഡ് മെറിറ്റോറിയസ്. നോ അതർ പേഴ്സൺ വുഡ് ഡെയർ ടു ഡു വാട്ട് ഹീ ഡിഡ്. അദ്ദേഹം ചെയ്ത പോലെ മറ്റൊരാളും ചെയ്യാൻ തയ്യാറാവില്ല. അത്രയും സ്തുത്യർഹമായ സേവനമാണ് ഹസൻ അവിടെ ചെയ്തത്. ഐ റെക്കമെൻഡ് ദാറ്റ് ഹസൻസ് സർവീസ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ്. ഹസൻ്റെ ഈ സേവനത്തെ അംഗീകരിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. വിത്ത് എ പ്രൊമോഷൻ. അവനിപ്പോൾ നിലവിലുള്ള ജോലിയിലൊരു പ്രൊമോഷൻ കൊടുത്തുകൊണ്ട്. താങ്കിങ് യു ഡോക്ടർ AJ ക്രോണിൻ. ഇനി ഇത് ഒരു ഒഫീഷ്യൽ ലെറ്ററിൻ്റെ സ്വഭാവമുള്ളതായതുകൊണ്ട് അതിൻ്റെ താഴെ AJ ക്രോണിൻ്റെ ഇമെയിൽ ID അതുപോലെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഇയറിലെ ആ ടെക്സ്റ്റ് ബുക്കിൽ 168 പേജിൽ കാണിച്ചിട്ടുള്ള ഇമെയിൽ സാമ്പിളും ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്കിങ് യു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഡോക്ടർ AJ ക്രോണിൻ. ഇനി ഇവിടെ മുൻകാലങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ഇമെയിൽ ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് അപ്പോൾ ഈ ഒരു മേഖലയെക്കുറിച്ച്, ഈ ഒരു ഇമെയിൽ എങ്ങനെ ഏത് രീതിയിലാണ് ചോദിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഇവിടെ ചോദ്യങ്ങൾ വളരെ വ്യത്യസ്ത രീതിയിലായിരിക്കാം. മാർച്ച് 2018 ചോദിച്ചൊരു ചോദ്യമാണിത്. ഇഫ് ദ വിക്ടിം ഓഫ് അബ്യൂസ് ഈസ് എ വുമൺ ഷീ ഹാസ് ടു ക്യാരി ഇറ്റ് സ്റ്റിഗ്മ ആൻഡ് ഷെയിം ആൾ ഹെർ ലൈഫ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെയൊക്കെ ഈ തട്ടിക്കൊണ്ടുപോകലിൻ്റെയും മറ്റേതിൻ്റെയൊക്കെ കേസിൽ ഒരു സ്ത്രീയാണ് ഇരയെങ്കിൽ അവളുടെ ജീവിതത്തിൽ മുഴുവൻ അതിൻ്റെ ഒരു കറയും ഹേളനവും ജീവിതത്തിൽ ഒട്ടുക്കും അവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. സോ വിമൻ വിക്ടിംസ് ഡു നോട്ട് ഈവൻ മെൻഷൻ ദ അട്രോസിറ്റീസ് ദേ ഫേസ്. പലപ്പോഴും സ്ത്രീകൾ ഇങ്ങനെ ഇരകളാവുമ്പോൾ അവർ ഈ വിഷയം പുറത്ത് പറയുക ചെയ്യാറില്ല, ഇത്തരം പ്രശ്നങ്ങൾ പേടിച്ചിട്ട്. ഇൻ ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു വി സീ ദാറ്റ് ദ 2 women ഫ്രം നംവാന വെയർ ചേഞ്ച്ഡ് ഇൻ ടു ടേർട്ടിൽസ് ടു എസ്കേപ്പ് ഫ്രം ദ ഫിഷർമെൻ ഫ്രം നെബുക്കലേവ്. നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ തന്നെ ഡിസ്കസ് ചെയ്തു എന്ത് സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്നുള്ളതിലെ ആ സ്ത്രീകളുടെ കഥ. അവർ ടേർട്ടിൽസായി മാറിയതൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇഫ് ദേ ഹാഡ് കം ബാക്ക്, ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അവർ അതേപടി തിരിച്ചു വരികയാണെന്ന് വിചാരിക്കുക, ആ സച്ച് ഇങ്ങനെ മാറ്റമൊന്നുമില്ലാതെ. ഹൗ ഷുഡ് ദ സൊസൈറ്റി ഹാവ് റിസീവ്ഡ് ദം. സൊസൈറ്റി അവരെ എങ്ങനെയായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക? റൈറ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട്. നിൻ്റെ സുഹൃത്തിന് കത്തെഴുതുക, ഇമെയിൽ തയ്യാറാക്കുക. ഓൺ ഹൗ സൊസൈറ്റി ക്യാൻ ഹെൽപ്പ് വിക്ടിംസ് ഓഫ് അബ്യൂസ്. ഇങ്ങനെ ഇരകളാവുന്ന ആളുകളെ എങ്ങനെ സമൂഹത്തിന് സഹായിക്കാൻ കഴിയും, ടു സക്സീഡ് ഇൻ ലൈഫ്, ജീവിതത്തിൽ വിജയിക്കാൻ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഇമെയിൽ തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവുവിൻ്റെ സമ്മറി അല്ല എഴുതേണ്ടത്, ഇത് ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് കണ്ടോ, തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ചോദ്യം. യുവർ ഫ്രണ്ട് ഈസ് ഗോയിങ് ടു വിസിറ്റ് ദ നംവാന വില്ലേജ് ഇൻ കണ്ടാവു ഐലൻഡ് ടു സീ ദ റിച്വൽ ഓഫ് ടേർട്ടിൽ കാളിംഗ്. ഈ ടേർട്ടിൽ കാളിംഗ് എന്ന റിച്വലിനെ കുറിച്ച് കഥ വായിച്ചറിഞ്ഞ നിങ്ങളുടെ ഒരു സുഹൃത്ത് ആ നംവാന വില്ലേജിലേക്ക് യാത്ര പോവുകയാണ്. റൈറ്റ് ആൻ ഇമെയിൽ, അയാൾക്കൊരു ഇമെയിൽ അയക്കാൻ, വിഷിങ് ഹിം ഓർ ഹർ, അവളോ അവനാവട്ടെ, അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ആൻ അഡ്വഞ്ചറസ് ജേണി, ഒരു സാഹസികത നിറഞ്ഞ യാത്രയാണ് അങ്ങോട്ട്. അപ്പോൾ ആ ഒരു യാത്രയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും
ആൻഡ് ആൾസോ വാണിംഗ് ഹിം ഓർ ഹർ അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഇൻ ദ റോക്കി ഐലൻഡ്. ആ റോക്കി ഐലൻഡിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡേഞ്ചറുകൾ, അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടുമുള്ള ഒരു ഇമെയിൽ തയ്യാറാക്കാനാണ് ഈ ചോദ്യം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാ. ഗ്രറ്റ ഇൻ ദ സ്റ്റോറി കൺസെപ്ച്വൽ ഫ്രൂട്ട് റിമൈൻഡ്സ് us that everything we do, every therapy, encouraging word, smile or care will make a difference in the life of differently abled children. What type of schooling do you think is good for such children? Mainstream schools or special schools? കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്ന കഥയിലെ ഒരു ശാരീരികമായി പ്രയാസം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ഗ്രറ്റ എന്ന് പറയുന്ന കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് മെയിൻ സ്ട്രീം സ്കൂളാണോ സ്പെഷ്യൽ സ്കൂളാണോ നല്ലത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. ഇമാജിൻ ദാറ്റ് യു വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ വ്യൂസ് അബൌട്ട് ദിസ് ടു ദ പബ്ലിക്. പൊതുസമൂഹത്തോട് ഇത് പങ്കുവെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവർക്ക് എത്തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് നല്ലത് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യാണ്, പത്രത്തിൻ്റെ എഡിറ്റർക്ക് ഒരു സാധാരണ ലെറ്റർ ടു ദ എഡിറ്റർ ഉണ്ടാവാറുണ്ട്, എന്നതുപോലെ ഇമെയിൽ ടു ദ എഡിറ്റർ ഓഫ് എ ലീഡിംഗ് ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർക്ക് ഒരു ഇമെയിൽ അയക്കാനാണ് നിങ്ങൾ ഏത് തരത്തിലുള്ള സ്കൂളിംഗ് ആണ് ഈ കുട്ടികൾക്ക് നല്ലത് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. അതിന് സൂചനകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി ആൻസർ ചെയ്യാൻ. നോട്ട് ഇനഫ് അഡാപ്റ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് സ്കിൽസ്, ഫെയിൽ ടു ഫോളോ ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻസ്, റിക്വയർസ് ഗ്രേറ്റർ അറ്റൻഷൻ ആൻഡ് ഇൻഡിവിജ്വൽ കെയർ, നീഡ് സപ്പോർട്ട് ഫ്രം ആലീഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്. ഇവിടെ സ്പെഷ്യൽ സ്കൂളാണ് നല്ലത് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഹിൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെഷൻ വല്ലാതെ ദൈർഘ്യമായി പോയോ എന്നൊരു സംശയം. എന്നിരുന്നാലും വളരെ വിശദമായിട്ട് ഇത് കേട്ട ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലും ഇമെയിൽ എങ്ങനെ എഴുതണമെന്നുള്ള മറക്കാതിരിക്കാനും ഒക്കെ കഴിയും. ഒരുപാട് ഉപയോഗങ്ങളും ഒരുപാട് ഭാഷാ ശൈലികളും മറ്റൊക്കെ നിങ്ങൾ ഇവിടെ പരിചയപ്പെട്ടു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്ന ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവെക്കുക, ഷെയർ ചെയ്യുക. സ്ഥിരമായി അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ ബെൽ ഐക്കൺ കൂടി ടേൺ ഓൺ ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.